ലോർഡ്. ഇന്ന് രാവിലെ എല്ലാ പ്രിയപ്പെട്ടവരും, ഒരുപക്ഷെ ഉച്ചയ്ക്കോ രാത്രിയോ ഒക്കെ ആയിരിക്കാം, എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമിലേക്ക്, മോർണിംഗ് ഗ്ലോറിയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ദിവസം ദൈവത്തിൻ്റെ ഒരു വലിയ സമാധാനം, നദി പോലെ ഒഴുകുന്ന ഒരു സമാധാനം, സകല ബുദ്ധിയും കവിയുന്ന ഒരു സമാധാനം, പ്രാർത്ഥന കൊണ്ട് സ്ഥിരമാക്കപ്പെടുന്ന ഒരു വലിയ സമാധാനം എല്ലാവരുടെയും ഹൃദയങ്ങളെയും നിലവുകളെയും പരിശുദ്ധാത്മാവ് നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ് ഉണ്ട്. ഇന്നൊരു കീ സ്പോൺസറാണ് കൊച്ചിയിൽ നിന്ന് ഒരു വെൽവിഷറാണ്, പേര് വെളിപ്പെടുത്തിയിട്ടില്ല, പക്ഷേ എങ്കിലും പ്രത്യേകമായിട്ടുള്ള നന്ദി ബ്ലെസ്സിങ് ടുഡേയുടെ പേരിൽ ഞങ്ങൾ ചേർന്ന് അർപ്പിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മക്കൾക്ക് ദൈവിക സംരക്ഷണം ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇളയ മകന് മെൻ്റൽ ഹീലിംഗ് ലഭിക്കുവാൻ, ഇമോഷണൽ കൺട്രോൾ ഉണ്ടാകുവാൻ യേശുവിൻ്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ അത് സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ അതിനുള്ള പ്രത്യേകമായിട്ടുള്ള നമ്പറും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ നൽകുന്നുണ്ട്. ദയവായി ഞങ്ങളെ കോൺടാക്ട് ചെയ്താലും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നാളെയാണ് നമ്മുടെ പറവൂരുള്ള ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. അതുപോലെ മറ്റന്നാൾ നമുക്ക് കൊല്ലത്ത് വെച്ചിട്ട് നമുക്ക് പ്രത്യേകമായിട്ടുള്ള എൻകൗണ്ടർ മീറ്റിംഗ് നടക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ അവിടെ ഉണ്ടാകും, ഫാമിലി ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും. കടന്നു വരിക. വലിയ വിടുതലുകൾ, വലിയ അനുഗ്രഹങ്ങൾ പരിശുദ്ധാത്മാവ് അവിടെ ചെയ്യുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ ഒരു കാര്യം ഉറപ്പ് നൽകിയാണ്, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രത്യേകമായി നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാഠങ്ങൾ, ഇതൊന്നും ഒരു സാധാരണ പഠനമല്ല, അല്ലെങ്കിൽ സാധാരണ കാര്യമല്ല. അത് നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ഇമോഷണൽ റിലത്തെ, നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിനെ ഒക്കെ പാടെ മാറ്റിമറിക്കുന്ന ഒന്ന് കർത്താവ് ഈ ദിവസങ്ങളിൽ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഗെറ്റ് റെഡി ടു റിസീവ് ദാറ്റ് മെസ്സേജ്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. നമ്മുടെ പഠന പരമ്പര തുടരുകയാണ്. ദ 7 ഏരിയാസ് ഓഫ് സക്സസ് ഇൻ ഹ്യൂമൻ ലൈഫ്. അതിൽ എനിക്ക് തോന്നുന്നു നമ്മൾ 5 ഏരിയ കവർ ചെയ്ത് കഴിഞ്ഞു. ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് അടുത്ത 2 ഏരിയ കൂടെ നമ്മൾ കവർ ചെയ്യും. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് റിലേഷൻഷിപ്സ്, ബന്ധങ്ങൾ. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ജീവിത വിജയത്തിൻ്റെ ടോട്ടാലിറ്റി കണക്കെടുക്കുമ്പോൾ ബന്ധങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. താൻ എങ്ങനെ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നു? ഒരിക്കലും വി കനോട്ട് പ്ലീസ് എവ്രി വൺ ഇൻ ദിസ് വേൾഡ്, ഇൻ ദിസ് പ്ലാനറ്റ്, ബട്ട് സ്റ്റിൽ ബന്ധങ്ങൾ നല്ല രീതിയിൽ സൂക്ഷിക്കാൻ കഴിയുന്നത് ജീവിത വിജയത്തിൻ്റെ ഒരു വലിയ നാഴികക്കല്ലാണ്. അപ്പോൾ building strong, healthy relationships with virtuous people can uplift your life, meaning friends and community around us are very important. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, there are toxic relationships. ചില ആളുകളുടെ ബന്ധങ്ങൾ വളരെ ടോക്സിക്കാണ്. എന്ന് വെച്ചാൽ വിഷം കുത്തിവെക്കുന്നത് പോലെ ഈവിൾ ഫ്രണ്ട്സിനാൽ ചുറ്റപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. ചില വീടുകളിലേക്ക് ഭർത്താക്കന്മാർ കയറി വരുമ്പോൾ തന്നെ, ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ തന്നെ ഭാര്യമാർ ചോദിക്കും, ഇന്ന് നിങ്ങൾ ഇന്ന ആളെ കൂടി പോയോ, ഇന്ന ആളുമായി സംസാരിച്ചു, ഇന്ന ആളുമായി കൂട്ടുകൂടിയോ? കാരണം ആ ഡിഫറൻസ് അവർക്ക് ഫീൽ ചെയ്യും. വളരെ വിയേർഡായിട്ടുള്ള ആളുകളുമായി ബന്ധം പുലർത്തി വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അകത്തേക്കെടുക്കുന്ന, ഒത്തിരി അതിനാൽ ചീത്തയായി പോകുന്ന, തെറ്റായ ബന്ധങ്ങളിൽ കുരുങ്ങിപ്പോകുന്ന പലരും കൂട്ടുകൂടിയാണ് ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യാത്ത ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നത്. അത് മോഷണം, കൊലപാതകം, വയലൻസ് തുടങ്ങി പലതിലേക്കും പോകുന്നത് ഈവിൾ ഫ്രണ്ട്സ് ഒരുമിച്ച് കൂടുമ്പോഴാണ്. അതുകൊണ്ട് ഞാൻ ചില വചനങ്ങൾ തരാൻ പോവുക. The people you surround yourself with greatly influence your life.
നമ്മുടെ ചുറ്റിലും ആരൊക്കെയാണുള്ളത് അത് നമ്മുടെ ജീവിതത്തെ ഭയങ്കരമായി ബാധിക്കും. ഞാൻ ഈ പറയുന്ന കാര്യം അനേക പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ ഭാവി അറിയുവാൻ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഒന്ന്, അയാൾ വായിക്കുന്ന പുസ്തകങ്ങൾ. രണ്ട്, അയാളുടെ കൂട്ടുകാർ. ഇത് രണ്ടും അറിഞ്ഞാൽ ഭാവി എന്താണെന്നുള്ളത് പ്രവചനാത്മാവില്ലാതെ തന്നെ പ്രവചിക്കാൻ കഴിയും. സോ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ കുട്ടികളെ സ്കൂളിൽ വിടുമ്പോഴേ പറയും, മോനെ നീ ചീത്ത കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടരുത്. നല്ല ഫ്രണ്ട്സ്, പഠിക്കുന്ന കുട്ടികൾ, നല്ല സ്വഭാവമുള്ള കുട്ടികൾ, അവരെ നീ ഫ്രണ്ട്സായിട്ട് സ്വീകരിക്കാവും. എല്ലാ മാതാപിതാക്കന്മാരും പറഞ്ഞു കൊടുക്കും. എന്നാൽ അവരുടെ ജീവിതത്തിലോ അവരത് ചെയ്യുന്നുണ്ടോ? ഉദാഹരണം ഞാൻ പറയുകയാണ്. നിങ്ങളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതിരിക്കട്ടെ, ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ആരോടൊപ്പം ഇരുന്നായിരിക്കും നിങ്ങൾ ലഞ്ച് ബ്രേക്കിന് സംസാരിക്കുന്ന സമയത്ത് പല സ്ഥാപനങ്ങളിലും നടക്കുന്നത്, ആ സ്ഥാപനത്തിൻ്റെ അധികാരികളെ കുറ്റം പറയുന്ന ഒരു കോൺവെർസേഷൻ ടേബിളായിട്ട്, ഡിസ്കഷൻ ടേബിളായിട്ട് ഈ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് അത് മാറും. മാനേജറെ കുറ്റം പറയും, ബോസിനെ കുറ്റം പറയും, ലീഡറെ കുറ്റം പറയും, ടീം ലീഡറെ കുറ്റം പറയും, സിഇഒയെ കുറ്റം പറയും. മുകളിലേക്കുള്ള എല്ലാവരെയും ചീത്ത വിളിച്ചുകൊണ്ടായിരിക്കും ഈ കോൺവെർസേഷൻ. ഇതൊരിക്കലും നല്ലതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കൂടിയിരുന്ന് പരദൂഷണം പറയുക, മറ്റുള്ളവരുടെ സ്ലാൻഡർ ചെയ്യുക, മറ്റുള്ളവരെ കുറ്റം പറയുക, അറിഞ്ഞോ അറിയാതെ നമ്മളതിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് പോകും. So we need to be very careful. Wise friends bring wisdom and growth. നല്ല ജ്ഞാനമുള്ള ആളുകളാണ് ചുറ്റിലുമുള്ളതെങ്കിൽ അതിലൂടെ ജ്ഞാനവും വളർച്ചയും ഉണ്ടാകും. സദൃശവാക്യങ്ങൾ 13:20 നമ്മൾ കാണുന്നത്, വാക്ക് വിത്ത് ദ വൈസ് ആൻഡ് ബിക്കം വൈസ്, ഫോർ എ കമ്പാനിയൻ ഓഫ് ഫൂൾസ് സഫേഴ്സ് ഹാം. ജ്ഞാനിയോടുകൂടെ നടക്കുക, എന്നാൽ നീയും ജ്ഞാനിയാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ജ്ഞാനമുള്ള ആളുകളെ നമ്മുടെ ചുറ്റിലും നിർത്തണം. ജ്ഞാനിയോടുകൂടി നടക്കുകയാണെങ്കിൽ നമ്മളും ജ്ഞാനിയാവും. ഫോർ എ കമ്പാനിയൻ ഓഫ് ഫൂൾസ് സഫേഴ്സ് ഹാം. എന്നാൽ മൂഢനായ ഒരു വ്യക്തിയുടെ സഖിയായി നടന്നാൽ ഏതെങ്കിലും ഒരു വലിയ ആപത്തിൽ ചെന്ന് ചാടും. ക്രിമിനലുകളെയൊക്കെ പിടിക്കുന്ന സമയത്ത് അയാളുടെ ഫോൺ നമ്പറിൽ നിന്നും ബന്ധപ്പെടുന്ന എല്ലാവരുടെ ആളുകളുടെ നമ്പറുകൾ അവരെടുക്കും, കണക്ഷൻ ഉള്ളവരുടെ. കാരണം അതിൽ നിന്ന് തന്നെ പലരെ പിടിക്കാൻ പറ്റും. ഒരേ തൂവൽ പക്ഷികളാണ് ഒരുമിച്ച് ചേരുക. ഒരുപോലെ ചിന്തിക്കുന്നവർ, ഒരുപോലെ അഭിരുചികളുള്ളവരൊക്കെ ഒരുമിച്ച് കൂടും. സ്ട്രോങ് റിലേഷൻഷിപ്സ് പ്രൊവൈഡ് മ്യൂച്വൽ സപ്പോർട്ട്, എസ്പെഷ്യലി ഇൻ ടൈംസ് ഓഫ് ട്രബിൾ. ഇനി വളരെ നല്ല ബന്ധങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആവശ്യം വരുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ദുഷ്കാലം വരുമ്പോൾ, ഒരു ദുർഘട സമയം വരുമ്പോൾ, ഒരു കഷ്ടകാലം വരുമ്പോൾ, ഒരു ആപത്ത് വരുമ്പോൾ താങ്ങണമെന്നുണ്ടെങ്കിൽ വളരെ നല്ല ബന്ധങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. ഈ ഭൂമിയിൽ ആർക്കും ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധ്യമല്ല. ദൈവം നമ്മളെ സോഷ്യൽ ബീയിങ്സ് ആയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, കൂട്ടമായി ജീവിക്കാൻ. ഒറ്റയ്ക്ക് ജീവിക്കാൻ ആരെയും ദൈവം വാസ്തവത്തിൽ ഡിസൈൻ ചെയ്തിട്ടില്ല. എല്ലാവരും ബന്ധങ്ങളിലൂടെയാണ് ജീവിക്കുന്നത്. ബന്ധങ്ങളിൽ നിന്ന് ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. ഇങ്ങോട്ട് പല കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കും, അങ്ങോട്ട് പല കാര്യങ്ങൾ നമ്മൾ കൊടുക്കും. ഈ കൊടുക്കൽ വാങ്ങലുകൾ തിന്മ നിറഞ്ഞതാകരുത്, നന്മ നിറഞ്ഞതാകണം. സോ സ്ട്രോങ് റിലേഷൻഷിപ്സിൻ്റെ പ്രത്യേകത, ദേ വിൽ പ്രൊവൈഡ് മ്യൂച്വൽ സപ്പോർട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായമാണ്. എക്ലീസിയാസ്റ്റസ് 4:9-10 സഭാപ്രസംഗി എന്ന പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 9-10 വചനങ്ങൾ വായിക്കുമ്പോൾ, 2 are better than 1. എല്ലായ്പ്പോഴും ഒരുവനേക്കാൾ ഇരുവർ നല്ലത്. ഞാൻ അവിടെ ഒന്ന് നിർത്തിക്കോട്ടെ. യേശു കർത്താവ് ശിഷ്യന്മാരെ അയച്ചപ്പോൾ വളരെ വ്യക്തമായി സുവിശേഷങ്ങൾ പറയുന്നു, he sent them 2 by 2. 2 പേരായിട്ടാണ് കർത്താവ് അയച്ചത്. എന്തുകൊണ്ട് ഒറ്റയ്ക്ക് അയച്ചില്ല? കൂടുതൽ കവറേജ് കിട്ടുമായിരുന്നല്ലോ, കൂടുതൽ ഏരിയ കവർ ചെയ്യാമായിരുന്നല്ലോ. നോ 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 2 പേരായിട്ട് 72 പേരെയാണ് അയച്ചതെങ്കിൽ 36 ടീമായിട്ടാണ് അയച്ചത്. സോ 2 are better than 1. എപ്പോഴും ഓർക്കേണ്ടത്,
ഒരുവനേക്കാൾ ഇരുവർ നല്ലത്. ഒരുവൻ 1000-ത്തെ, ഇരുവർ 10,000-ത്തെ. വായിച്ചിട്ടുണ്ടല്ലോ. ഒരാൾ 1000-ത്തെ കൈകാര്യം ചെയ്യുമ്പോൾ 2 പേർ ചേർന്ന് 2000-ത്തെ അല്ല, 4000-ത്തെ അല്ല, 8000-ത്തെ അല്ല, 10,000-ത്തെ കൈകാര്യം ചെയ്യും. യുദ്ധത്തിൽ പോലും. 2 are better than 1 because they have a good return for their labor. അവരുടെ അധ്വാനത്തിന് 2 പേർ ചേർന്ന് അധ്വാനിക്കുമ്പോൾ അതിന് നല്ല റിട്ടേൺ ഉണ്ടാകും. പാർട്ട്ണർഷിപ്പ് കമ്പനികൾ കേട്ടിട്ടുണ്ട്. 2 പാർട്ട്നേഴ്സ്, അതിൽ കൂടുതൽ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ വളർച്ച വലുതായിരിക്കും. അതിനുശേഷം പറയും ബെനഫിറ്റ്സ്. ഇഫ് either of them falls down, one can help the other up. അതിൽ ഒരാൾ വീണാൽ, 2 പേർ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അതിൽ ഒരാൾ വീണാൽ ഒരാൾക്ക് മറ്റേയാൾ എഴുന്നേൽപ്പിക്കാം. One can help the other up. But pity anyone who falls and has no one to help them up. എന്നാൽ ആരെങ്കിലും ഒരാൾ വീഴുമ്പോൾ എഴുന്നേൽപ്പിക്കാൻ ആരുമില്ലെങ്കിൽ അയാളുടെ കാര്യം അയ്യോ കഷ്ടം. ഞാൻ ഈ ഒരു നേരത്തെ കഥയല്ല, ശരിക്കുള്ള സംഭവമാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് 1.5 ലക്ഷത്തിലധികം പേർ തൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സായിട്ടുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഒരു ഹാർട്ട് ഫെയിലിയർ ഉണ്ടായി, കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി. അദ്ദേഹം ആ ഫ്ലാറ്റിൽ കിടന്ന് തന്നെ മരിച്ചു. ഈ ഫ്രണ്ട്സിൽ ആരും വന്നില്ല. അതിന് കാരണം തൊട്ടടുത്ത ഫ്ലാറ്റിലുള്ള ആൾ ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടല്ല. നമ്മൾ ഓർക്കേണ്ടത്, ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആർ നോട്ട് യുവർ ഫ്രണ്ട്സ്. ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ആർ നോട്ട് യുവർ ഫോളോവേഴ്സ്. വളരെ വ്യക്തമായി മനസ്സിലാക്കണം. യേശു കർത്താവ് ഭൂമിയിൽ വന്നത് ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിനുണ്ടാക്കാനല്ല, ഫാൻസിനുളവാക്കാനല്ല, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഫ്രണ്ട്സിന് വേണ്ടിയിട്ടല്ല യേശു കർത്താവ് ഭൂമിയിൽ വന്നത്. കർത്താവ് പറഞ്ഞ ഫോളോ മീ എന്ന് പറഞ്ഞാൽ ആക്ച്വലി യഥാർത്ഥത്തിൽ യേശു പറഞ്ഞത് എന്നെ അനുഗമിക്കുക. ബി മൈ ഫോളോവേഴ്സ്, ബി മൈ ഇമിറ്റേറ്റേഴ്സ്, ലിവ് ലൈക്ക് ഐ ലിവ്, സ്പീക്ക് ലൈക്ക് ഐ സ്പീക്ക്, ഡു ലൈക്ക് ഐ ഡു. ഇതാണ് കർത്താവ് ഉദ്ദേശിച്ചത്. അപ്പോൾ യഥാർത്ഥ സുഹൃത്തുക്കളാണെങ്കിൽ സഭാപ്രസംഗിൽ പറയുകയാണ്, ഒരാൾ വീണാൽ മറ്റേയാൾ വന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കും. 2 പേരൊരു റോഡിലൂടെ പോകുന്ന സമയത്ത്, മഞ്ഞുള്ളൊരു വഴിയിലൂടെ പോകുന്ന സമയത്ത്, ദുർഘടം പിടിച്ചൊരു വഴിയിലൂടെ പോകുന്ന സമയത്ത് ഒരാൾ കാല് തട്ടി മറിഞ്ഞ് വീണു, മറ്റേയാൾക്ക് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയും. സാധാരണ ഇത് ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും കുറിച്ച്, വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുന്നൊരു വചനമാണ്. പക്ഷെ ജനറലി ഏതൊരു റിലേഷൻഷിപ്പിലും ഇത് കറക്റ്റാണ്. Godly relationships sharpen and strengthen one another, leading to spiritual and personal growth. നോക്കൂ, ദൈവികമായ ബന്ധങ്ങൾ, എല്ലാവരും ഒന്ന് പറഞ്ഞ് ഗോഡ്ലി റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ഗോഡ്ലി ഫ്രണ്ട്ഷിപ്സ്. പറഞ്ഞ് ദൈവിക ബന്ധങ്ങൾ, എല്ലാവരും ഒന്ന് പറഞ്ഞ്. ദൈവമായി ഉളവാക്കുന്ന ബന്ധങ്ങളുണ്ട്. ദൈവം കണക്ട് ചെയ്യും ബന്ധങ്ങളെ. ഞാൻ ദിവസം പ്രതിയുള്ള പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കാവുന്നൊരു പ്രാർത്ഥനയാണ്, കർത്താവേ, നിൻ്റെ ഹിതമല്ലാത്ത ആളുകളുമായി ഞാൻ ഇന്ന് ബന്ധപ്പെടരുത്. ഒരാൾ മതി മൂടുകളയാൻ, ഒരാൾ മതി നമ്മുടെ പ്രാർത്ഥനയെ അഫക്റ്റ് ചെയ്യാൻ, ഒരാൾ മതി നമ്മുടെ സ്ട്രെങ്ത്തിനെ ഡ്രെയിൻ ചെയ്യാൻ. എന്നാൽ നല്ല ബന്ധങ്ങളാണെങ്കിൽ പരസ്പരം സ്ട്രെങ്തൻ ചെയ്യാനും, പരസ്പരം എൻകറേജ് ചെയ്യാനും, പരസ്പരം എഡിഫൈ ചെയ്യാനും ഒക്കെ സഹായിക്കും. ഞാൻ ഞാൻ പറയുന്നൊരു കാര്യമാണ്. ഒരാൾ നിങ്ങളുടെ മുറിയിലേക്ക് വന്നു, 5 മിനിറ്റ്, 7 മിനിറ്റ്, 10 മിനിറ്റ് നിങ്ങളുടെ മുറിയിലിരുന്നു. അദ്ദേഹം വാതിൽ തുറന്ന് പുറത്തേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ഡെപ്പോസിറ്റായി? നിങ്ങളുടെ മാനസിക നിലവാരം ആദ്യം എങ്ങനെയായിരുന്നു, പോയ ശേഷം എങ്ങനെയുണ്ട്? ചിന്തിക്കണം. നല്ല ബന്ധമാണെങ്കിൽ, ദൈവികമായ ബന്ധമാണെങ്കിൽ നിങ്ങളുടെ നിലവാരം അടുത്തതിലേക്ക് ഉയർന്നിരിക്കും. സ്പിരിച്വലി അല്പം കൂടെ കയറിയിരിക്കും. മെൻ്റലി കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. എഡിഫിക്കേഷൻ നടക്കും, ആത്മീയ വർധനവ് നടക്കും. ഗോഡ്ലി ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെ മൂഡ് ഓഫ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, പക്ഷേ ആൾ വന്നു പോയി കഴിയുമ്പോൾ ചാർജായി. അങ്ങനെയുള്ള ബന്ധങ്ങളാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതല്ലാതെ ഒരാൾ വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ വാതിലടച്ച് പിന്നെ കിടന്ന് കരയുന്നൊരവസ്ഥയാണെങ്കിൽ
ഹേർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഓർക്കണം, ദാറ്റ് ഇസ് നോട്ട് എ ഗോഡ്ലി റിലേഷൻഷിപ്പ്. സദൃശവാക്യങ്ങൾ 27:17, പ്രോവർബ്സ് 27 and verse number 17, അതിൽ കാണുന്നത് ഇങ്ങനെയാണ്: ആസ് അയൺ ഷാർപ്പൺസ് അയൺ, സോ എ മാൻ ഷാർപ്പൺസ് ദി കൗണ്ടനൻസ് ഓഫ് ഹിസ് ഫ്രണ്ട്. ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച വരുത്തുന്നത് പോലെ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച വരുത്തുന്നത് പോലെ. ഉദാഹരണത്തിന് ഒരു കത്തി, ആ കത്തിയെ ഒരു അരം കൊണ്ട് രാഗാം, അതിൻ്റെ വായ്ത്തല രാഗി നല്ല മൂർച്ചയാക്കാം. അപ്പോൾ ഒരു ഇരുമ്പ് മറ്റൊരു ഇരുമ്പിന് മൂർച്ച വരുത്തും, അതാണ് ഉദ്ദേശിക്കുന്നത്. ആസ് അയൺ ഷാർപ്പൺസ് അയൺ, സോ എ മാൻ ഷാർപ്പൺസ് ദി കൗണ്ടനൻസ് ഓഫ് ഹിസ് ഫ്രണ്ട്. മറ്റൊരാളുടെ മുഖത്തിന് പ്രകാശം കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ മറ്റൊരാളെ പോളിഷ് ചെയ്തെടുക്കുന്നു, കുറച്ചുകൂടെ വെൽ പോളിഷ്ഡ് ആക്കി, കുറച്ചുകൂടെ ഷാർപ്പൺ ചെയ്തെടുക്കുന്നു. സോ മെൻറ്ററിങ് റിലേഷൻഷിപ്സ്, മെൻറ്റർ മെൻറ്റി റിലേഷൻഷിപ്സ്, അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ട്രെയിനി റിലേഷൻഷിപ്പ്, ലീഡർ ഫോളോവർ റിലേഷൻഷിപ്പ്, ഇതിലെല്ലാം നമ്മൾ കാണുന്നത് ഒരാൾ മറ്റേയാളുടെ ജീവിതത്തിൽ മൂർച്ച വരുത്തും, അദ്ദേഹത്തെ ഒരു കട്ടിംഗ് എഡ്ജ് പ്രോഗ്രാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, വളരെ ഷാർപ്പാക്കി മാറ്റും, എക്വിപ്പ് ചെയ്യുന്നു. Your community has a spiritual and moral influence on your life. So you have to choose well. ചുറ്റുമുള്ള സമൂഹം, അല്ലെങ്കിൽ കൂട്ടായ്മക്കാർ എന്ന് വേണമെങ്കിൽ പറയാം, ചുറ്റുമുള്ള ആളുകൾ, അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായും മോറലായിട്ടൊക്കെ ഒരു സ്വാധീനമുണ്ടെന്നുള്ളത് മറക്കരുത്. വളരെയധികം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. 1 Corinthians 15 and verse number 33, 1 Corinthians 15:33, do not be misled, bad company corrupts good character. വഞ്ചിക്കപ്പെടരുത്, വാണിംഗ് ആണ്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നതാണ് മലയാളത്തിൽ. ബാഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ചീത്ത കൂട്ടുകെട്ട് സദാചാരത്തെ കെടുത്തി കളയും. അതിനുശേഷം പറയണം, നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല, ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. സോ നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികൾ, നമ്മുടെ ചുറ്റിലുമുള്ള ആളുകൾ നമ്മിലേക്ക് നമ്മൾ പോലും അറിയാതെ ഒരു മൂല്യച്യുതി, നമ്മുടെ തന്നെ ക്യാരക്ടർ വഷളാകും. അതുകൊണ്ട് എന്നെ തന്നെ ഞാൻ ഒത്തിരി പ്രൊട്ടക്റ്റ് ചെയ്യണം. ഞാൻ വിശ്വാസത്തിൽ വന്ന ആദ്യകാലങ്ങൾ മുതൽ ദൈവദാസന്മാർ, അന്ന് ഞാൻ വളരെ ചെറുതാണല്ലോ, ദൈവദാസന്മാർ എന്നെ വിളിച്ച് ഉപദേശിക്കും, മോനെ ആരോടുകൂടെ നീ കൂട്ടുകൂടുന്നു എന്നുള്ളത് നീ വളരെ ശ്രദ്ധിക്കണം, നീ വളരെയധികം നിന്നെ തന്നെ സൂക്ഷിക്കണം, നിന്നെ തന്നെ നീ സൂക്ഷിക്കണം. അന്നത്തെ പ്രായമുള്ള ഉപദേശിമാരൊക്കെ വന്നിട്ട് എന്നോട് പറയാം, നീ നിന്നെ തന്നെ സൂക്ഷിക്കണം. യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നീ നിന്നെ തന്നെ സൂക്ഷിക്കണം. തെറ്റിലേക്ക് പോകരുത്, വഴിതെറ്റിപ്പോകരുത്, ട്രാക്ക് വിട്ടു പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഫെലോഷിപ്പ് ഈസ് ദ കീ ടു എൻകറേജ്മെൻറ്റ് ആൻഡ് എഡിഫിക്കേഷൻ. നമ്മുടെ ജീവിതത്തിൽ പ്രോത്സാഹനത്തിനും അതുപോലെ ആത്മീയ വർധനയ്ക്കുമുള്ള താക്കോലാണ് കൂട്ടായ്മ. കൂട്ടായ്മ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കൂട്ടായ്മ ഒരിക്കലും കുറയ്ക്കരുത്, കൂട്ടണം, അധികമായി ചെയ്യണം. എബ്രായ ലേഖനം 10-ാം അധ്യായം എനിക്ക് തോന്നുന്നു 26 മുതലൊക്കെ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ സഭായോഗങ്ങളെ ദയവായി നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഇപ്പോൾ ഓൺലൈൻ്റെ കാലം കഴിഞ്ഞിട്ട് ഒത്തിരി പേര് ഇപ്പോഴും ഓൺലൈനിലിരിക്കുക. വെർച്വൽ ഫെലോഷിപ്പാണ് അവർക്കുള്ളത്. ഞാൻ കൂപ്പുകൈകളോടെ പറയുകയാണ്, ദയവായി ഈ ഓഫ്ലൈനിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കേട്ട്, ഞാൻ കൂപ്പുകൈകളോടുകൂടി എല്ലാവരോടും പറയുക, ദയവായി ആ ഓൺലൈനിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി ഫിസിക്കലായി നേരെ വന്ന് കൂട്ടായ്മകൾ ആചരിക്കുക. അതിലാണ് ആത്മീയ വളർച്ച ഇരിക്കുന്നത്. എബ്രായ ലേഖനം 10:24 മുതൽ 25 വരെ ഉള്ള വചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ലെറ്റ്സ് കൺസിഡർ നൗ we may spur one another on toward love and good deeds, not giving up meeting together, but encouraging one another, and all the more as you see the day approaching.
ഈ വചനമാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത്. ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ചിലർ ചെയ്യുന്നത് പോലെ, ഒത്തിരി പേർക്ക് ഇത് പതിവാണ്, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാണ്. സോ കൂട്ടായ്മ കൂട്ടണം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അതൊന്ന് ടൈപ്പ് ചെയ്തിട്ടേ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാം. എല്ലാവരും കൂട്ടായ്മ കൂട്ടണം ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ. നാളെടുക്കും തോറും, അതോ കർത്താവിൻ്റെ വരവ് സമീപിക്കും തോറും നാം കൂട്ടായ്മ കൂട്ടിക്കൊണ്ടിരിക്കണം. കൂടുതൽ പ്രാവശ്യം പ്രാർത്ഥിക്കണം. കഴിഞ്ഞൊരു ദിവസം അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. അവിടെ പറഞ്ഞിരിക്കുന്നവർ ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും ഭവനങ്ങൾ തോറും അപ്പം നുറുക്കുകയൊക്കെ ചെയ്തു. തൊട്ടടുത്ത് എന്ന് വെച്ചാൽ അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വചനങ്ങളായി പറയുന്നത്, 46-47 തോന്നുന്നു. അവിടെ പറയുന്നത് അവർ ദിനം പ്രതി ദേവാലയത്തിൽ വന്ന് കൂട്ടായ്മ ആചരിക്കുകയാണ്. അടുത്ത വചനത്തിൽ പറയുന്നു കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ദിനം പ്രതി കൂട്ടായ്മ ഉണ്ടായപ്പോൾ ദിനം പ്രതി ആളുകൾ രക്ഷിക്കപ്പെടാൻ തുടങ്ങി. പല സഭകളും ഞായറാഴ്ച മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ദിവസങ്ങളിൽ സഭാ ഹോളുകൾ, പ്രാർത്ഥനാലയങ്ങളെല്ലാം പൂട്ടിക്കിടക്കുക, ആളുകളൊന്നും ചെയ്യുന്നില്ല. ഈ ആഴ്ച തോറുമുള്ള ചില സഭകളിൽ ഒരുപക്ഷെ ഒരു ഞായറാഴ്ച പ്രാർത്ഥന, ഒരിട പ്രാർത്ഥന, ഒരു സഹോദരിമാരുടെ പ്രാർത്ഥന, ഒരു ഉപവാസം, ഇങ്ങനെയൊക്കെ പലതും കാണുമായിരിക്കും. അതിനിടയിൽ ഒരു നോ ആക്ടിവിറ്റി. എന്നാൽ ഇവിടെ പറയുന്നത് സഭായോഗങ്ങളൊന്നും ഉപേക്ഷിക്കാതെ നാളെടുക്കും തോറും കൂടുതൽ അത് ചെയ്യേണ്ടതാകുന്നു. അതിൻ്റെ കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത് അതിലൂടെയാണ് യു വിൽ എൻകറേജ് വൺ അനദർ. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹനം നൽകുന്നു. യു വിൽ സ്പേർ ആൻഡ് എൻകറേജ് വൺ അനദർ. അടുത്തത്, യൂണിറ്റി എമംഗ് വെർച്വസ് പീപ്പിൾ പ്ലീസസ് ഗോഡ് ആൻഡ് ബ്രിങ്സ് പീസ്. നല്ല ആളുകൾ തമ്മിൽ കൂട്ടം കൂടിയാൽ സംഭവിക്കുന്നതിൽ ദൈവപ്രസാദമുണ്ടാകുകയും വലിയ സമാധാനവും രമ്യതയും അവരുടെ ഇടയിൽ വരികയും ചെയ്യും. 133-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വചനത്തിൽ കാണുന്നത് ഹൗ ഗുഡ് ആൻഡ് പ്ലസന്റ് ഇറ്റ് ഈസ് when God's people live together in unity. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു. അപ്പോൾ ഈ ആത്മാവിൽ ഐക്യമുള്ളവരൊക്കെ ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും എത്ര മനോഹരമാണ്. അത് ദൈവം പ്രസാദിച്ചിട്ട് അതിനുശേഷം പറയുന്നുണ്ട് അഹരോൻ്റെ തലയിൽ നിന്നും തൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലേക്ക് ഒഴുകുന്ന അഭിഷേക തൈലം പോലെയാണ്, ഹെർമോന്യ മഞ്ഞ് പോലെ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന, ട്രൂ ഫ്രണ്ട്സ് are a source of enduring love and support, especially in hard times. ഈ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ സീസണുകൾ മാറാം. വളരെ റഫ് പാച്ചസ് നമ്മുടെ ലൈഫിൽ വരാം. വളരെയധികം നമ്മൾ വിഷമത്തിലൂടെ പോകുന്ന സമയങ്ങളൊക്കെ വരും. ആ സമയത്താണ് എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ നീഡ് എന്ന് പറയപ്പെടുന്നത്. ആ കഷ്ടകാലത്ത് നമ്മോടൊപ്പം നിൽക്കുന്ന സഹോദരങ്ങൾ, അവരല്ലേ നമ്മുടെ ജീവിതത്തിൽ ട്രൂ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്ലെസ്സിങ് ടുഡേയുടെ ചരിത്രം മൊത്തം എടുത്താൽ ആദ്യകാലം തുടങ്ങി ചില സമയങ്ങളിലൊക്കെ അതിഭയങ്കരമായ റഫ് പാച്ചസ് എന്ന് പറഞ്ഞാൽ നിലനിൽപ്പുണ്ടോ, ഇനി മുന്നോട്ട് ജീവിതമുണ്ടോ എന്ന് വരെ ചിന്തിക്കുന്ന വളരെ വൈഷമ്യമേറിയ ഘട്ടങ്ങളിലൂടെ പോയിട്ടുണ്ട്. ഞാനെല്ലാം ഓപ്പണായിട്ട് നമുക്ക് പറയാൻ സാധ്യമല്ല. ഇറ്റ് വാസ് വെരി 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 ടഫ്. അന്നും കൂടെ നിന്ന സഹോദരങ്ങളുണ്ട്, അറിഞ്ഞുകൊണ്ട്. ഒത്തിരി പേര് ചിലപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ പെട്ടെന്ന് സ്ഥലം കാലിയാക്കും. യേശുവിന് പ്രയാസം വന്നപ്പോഴും അങ്ങനെ തന്നെയല്ലേ സംഭവിച്ചത്. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളാകുന്ന എൻ്റെ കഷ്ടതയിൽ എന്നോടൊപ്പം നിലനിന്നവർ. ബാക്കിയുള്ള അപ്പം തിന്ന ആയിരങ്ങൾ, കുഷ്ഠരോഗികൾ സൗഖ്യമായത്, ഭൂതം വിട്ട് മാറിയത്, കുരുട്ട് കണ്ണുകൾ തുറന്നത് തുടങ്ങി ഒത്തിരി, എന്തിനും മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ സാഹചര്യം വരെ നമ്മൾ കണ്ടില്ലേ. ഏറ്റവും കുറഞ്ഞ 3 മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ റെക്കോർഡുണ്ടല്ലോ. അവരാരും ക്രൂശിലോ
അല്ലെങ്കിൽ യേശുവിൻ്റെ കഷ്ടസമയത്ത് ഇവരാരും ഉണ്ടായിരുന്നില്ല. പകരം ഈ ശിഷ്യന്മാരാണ് ഉണ്ടായിരുന്നുള്ള കാര്യം മറക്കരുത്. കുറിച്ച് വെക്കുക. സദൃശവാക്യങ്ങൾ 17:17 എ ഫ്രണ്ട് ലവ്സ് അറ്റ് ഓൾ ടൈംസ് ആൻഡ് എ ബ്രദർ ഈസ് ബോൺ ഫോർ എ ടൈം ഓഫ് അഡ്വേഴ്സിറ്റി. അതിൻ്റെ മലയാളം കൃത്യമായിട്ട് എങ്ങനെയാണ് സ്ക്രീനിൽ കാണാം. ഒരു നല്ലൊരു സുഹൃത്താണെങ്കിൽ ഏത് കാലത്തും കൂടെ നിൽക്കുകയും സ്നേഹിക്കുകയും ചെയ്യും എന്ന് മാത്രമല്ല, ഒരു സഹോദരൻ കഷ്ടകാലത്തിന് വേണ്ടിയിട്ടുള്ളത്, അവിടെയാണ് അവരുടെ സഹായം വേണ്ടത്. ഈ ബന്ധങ്ങൾ ഹെൽത്തി ആകണം. അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നല്ല ട്രാൻസാക്ഷൻസ് നടക്കണം, എഡിഫിക്കേഷൻ നടക്കണം, ഷാർപ്പൺ ചെയ്യണം. അതിലാണ് ജീവിത വിജയം. കൈനീട്ടാം. കർത്താവേ, ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഇതുണ്ടാകട്ടെ. ഇന്ന് മുതൽ ലോങ് സ്റ്റാൻഡിങ് റിലേഷൻഷിപ്സ് ഇല്ലാതെ, ഫ്രണ്ട്സ് ഇല്ലാതൊക്കെ പ്രയാസപ്പെടുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവികമായ ബന്ധങ്ങൾ അവരുടെ ജീവിതത്തിലുള്ളതാകട്ടെ. അതിലൂടെ ജീവിത വിജയത്തിലേക്ക് പോട്ടെ. ഇപ്പോൾ ജനങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളെ കർത്താവ് അങ്ങ് തൊട്ട് സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ബ്രെയിനോട് ബന്ധപ്പെട്ട രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അതുപോലെ മസ്കുലാർ ഡിസ്ട്രോഫി എന്നൊക്കെ പറയുന്ന മസിലുകൾ വല്ലാതെ വീക്കായിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിഡ്നികൾ സൗഖ്യമാകട്ടെ. ഹാർട്ട് സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസം ജീവിതത്തിലൊരു അനുഗ്രഹമാക്കണമേ. നല്ല ബന്ധങ്ങൾ കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. സോ ഗോഡ് ബ്ലസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക. ബൈ.